പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസുകൾ ഞങ്ങൾക്കറിയാലോ. നമുക്ക് വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ശംസുൽ ഉലമയെ കുറിച്ച് അന്ന് EK എന്നൊക്കെ ഇബ്ലീസിന്റെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. ശംസുൽ ഉലമ ഒരുപാട് തെറ്റിദ്ധരിച്ചവരിൽ പെട്ടവരാണ് നമ്മളൊക്കെ. നമ്മളൊന്നും ചേർത്ത് ചെയ്യാൻ പോലും പോയല്ലേ എന്ന കാലത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം. അത് പച്ചക്കളവല്ല ഈ ചങ്ങായി പറഞ്ഞത്. ഏത് ക്ലാസ്സിൽ നിന്നാണ് അങ്ങനെ പഠിപ്പിച്ചത്? ശംസുൽ ഉലമനെ പരിഹസിക്കാനും തെറി പറയാനും ആരാണ് എന്നെ പഠിപ്പിച്ചത്? ഏതൊക്കെ സമസ്തയിലായിരുന്ന സമയത്ത് അന്ന് അങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങളാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളോടൊക്കെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും കുറ്റം പറയരുതെന്ന് പഠിപ്പിച്ചേ. അല്ലാതെ ഇങ്ങനെ ഒരു പഠനം ഞങ്ങളാരും പഠിച്ചിട്ടില്ല. ഈ ചങ്ങായി തന്നെ ഏകദേശം 2010-11 കാലത്ത് പിന്നെ അവസാന കാലമാണല്ലേ, പിന്നെ ഇവിടെ കുന്നിനെ കുറിച്ച് പുറത്ത് കിട്ടിക്കാണല്ലോ, കുണ്ടൂരിൽ വെച്ച് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. അത് കേട്ടിരിക്കുകയാണെങ്കിൽ അത് കേട്ടാൽ മതി. ഇവനെ ഏത് വർഷവനെ ശംസുൽ ഉലമയെ തെറി പറയാനും പരിഹസിക്കാനും പഠിപ്പിച്ചത്? നിങ്ങൾ കേട്ടോ ഈ ചങ്ങായി പ്രസംഗിക്കുന്നത്? ശംസുൽ ഉലമയെ സംബന്ധിച്ച് ഇവൻ എന്താണ് പ്രസംഗിക്കുന്നത് കേട്ടോ? ഇത് ഏൽപ്പിക്കാർ ഒരുക്കിയ വേദിയിൽ വെച്ചിട്ട്, അതും 2011-12 ആ ടൈമിലാണ് കുണ്ടൂരിൽ വെച്ചിട്ട് നടത്തിയ പ്രഭാഷണം. ഒന്ന് കേട്ടോക്കി. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയുമോ മഹാനായ ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളൊരിക്കലും ശംസുൽ ഉലമയെ കുറ്റം പറഞ്ഞു എന്ന് പറയാനോ അത് തെളിയിക്കാനോ നിങ്ങൾക്കെവിടെയും സാധ്യമല്ല. ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച ഒരു പണ്ഡിതനാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ്. കേട്ടില്ലേ? ഇത് കുണ്ടൂരിൽ വെച്ച് നടന്ന സുന്നി സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ്. ആരെ വേദിയിൽ വെച്ചായി പ്രസംഗിക്കുന്നത്? ഏൽപ്പിക്കാരുടെ വേദിയിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത്. ശംസുൽ ഉലമയുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ ഒരിക്കലും ശംസുൽ ഉലമനെ കുറ്റം പറഞ്ഞ് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കൂല. ആരാ പറഞ്ഞത്? ദുഷാദ മൗലവിയാ പറഞ്ഞത്. ഏൽപ്പിക്കാരുടെ വേദിയിൽ വെച്ചാ പറയുന്നത്. പിന്നെ ആരാവനെ പഠിപ്പിച്ചത് ശംസുൽ ഉലമനെ തെറിയാൻ, അല്ലെ ശംസുൽ ഉലമനെ പരിഹസിക്കാൻ, ശംസുൽ ഉലമനെ കൊച്ചാക്കാൻ? ആര് പഠിപ്പിച്ചുവനെ? അപ്പൊ ഇപ്പൊ പച്ച കളവ് പറയണേ. തൊള്ള തുറന്ന ഈ ചങ്ങായി കളവ് പറയാനല്ലാതെ തൊള്ളർക്കില്ല. തിന്നാനും കളവ് പറയാനും മാത്രമേ തൊള്ളർക്കും പറഞ്ഞിട്ടില്ലേ? ആ വകുപ്പാണത്. കണ്ടില്ലേ? ഈ ചങ്ങായി തന്നെ അവസാന സമയത്ത് പറഞ്ഞ നമ്മൾ കുറിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണത്. അപ്പൊ അത് വരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവൻ തന്നെ പറഞ്ഞത്. പിന്നെ ഇപ്പം വന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുറ്റം പറയലേന്ന്. പച്ചക്കളവല്ല പറഞ്ഞത്. ഇതാണ് മറ്റാ സുഹാബി നേരത്തെ ചോദിച്ചത് കാട്ടോളത്തെ ദോഷാദിനോട്. നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടത് തസവുഫാണല്ലോ. പക്ഷെ നിങ്ങൾ വേദിയിലെത്തി കഴിഞ്ഞാൽ അധിക്ഷേപിക്കലും ആക്ഷേപം പറയലും പഴിചാരലും തെറി പറയലും ഒക്കെ ആണല്ലോ എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കളികൾ പച്ചക്കളവല്ല അയാളോട് തന്നെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കുണ്ടൂരിൽ പ്രസംഗിച്ച പ്രസംഗമാണ് നമ്മൾ ഇട്ടത്. ഇതിന്റെ ബാക്കി ഇഞ്ഞുണ്ട്. ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്ന് ചന്ദ്രിക പത്രം വായിച്ച് നോച്ചാൽ പറയുന്നത്. അവനെ കേട്ടോക്കി. UK ഉസ്താദിന്റെ അവസാന കാലത്ത് തീർച്ചയായും AP ഉസ്താദിനെ തന്നെ അറിയുകയും AP ഉസ്താദുമായി ബന്ധപ്പെട്ട് സമസ്ത ഒന്നാകണം, സമസ്ത യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ശംസുൽ ഉലമ UK ഉസ്താദ് അവരുകൾ മരണപ്പെട്ടു പോയത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ചന്ദ്രികാദിന പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലേ. ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാർ വഫാത്തായതിന്റെ 3 ദിവസത്തിന്റെ ശേഷമുള്ള ചന്ദ്രികാദിന പത്രത്തിൽ കല്ലായിലുള്ള ഒരു ചങ്ങാതി ലേഖനം എഴുതി. സമസ്ത ഒന്നാകുന്നത് ശംസുൽ ഉലമയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു, അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എപ്പോഴും ഉസ്താദിന്റെ പിന്നെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുകയില്ല. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. ആ സന്തലിരിക്കുന്ന ചെറുപ്പക്കാരൻ അതാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ്. നിങ്ങൾ കണ്ടോ അതിന്റെ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാറുണ്ട്. ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാർ, അതിന്റെ രണ്ടാളുടെയും ഇടയിൽ ബഹുമാനപ്പെട്ട ഫസൽ തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ACS ബീരോ മുസ്ലിയാറുണ്ട്. ഇവരൊക്കെ ഒന്നായി ഒരുമയോടെ തന്നെയാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിത് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. കണ്ടോ? ആരെങ്കിലും ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് കാട്ടോളത്തെ ദോഷാദൊക്കെ പറയുന്നത്. നിങ്ങൾ നോക്കി ആ ഫോട്ടോ ശ്രദ്ധിച്ച് നോക്കിയില്ലേ? ആരൊക്കെ ഉണ്ടതിൽ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദുണ്ട്, ശംസുൽ ഉലമ UK അബൂബക്കർ മുസ്ലിയാറുണ്ട്, ഫضل ജമലി തങ്ങൾപ്പാപ്പയുണ്ട്. ഇവരൊക്കെ ഉണ്ട്. അവതാരം മനസ്സിലാക്കാതെ പോകരുത്. ആരാ? കാട്ടോളപ്പിൽ മയന്ത്. ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാം, എല്ലാ തന്ത്രത്തിൽ പറയാം. കണ്ടോ? ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്തായിരുന്നു? മാത്രമല്ല ശംസുൽ ഉലമ ആർക്കെങ്കിലും ആശീർവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദിനാണ് എന്ന് വരെ കാട്ടോളപ്പിൽ മയന്ത്. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇപ്പം ഒന്ന് പാച്ചാമോള പറയാം. എന്തൊരു കഷ്ടം. ഇതൊക്കെയാണ് മെച്ചായിക്കന്മാരെ കൈ പിടിച്ചാൽ ഉണ്ടാകുന്ന ഗുണാർത്ഥം. ആ ഏത് മെച്ചായിക്കാർ? അല്ല മെച്ചായിക്കാരനെ ഹക്കായ മെച്ചായിക്കന്മാരല്ലോ.
ഹക്കായ മശായിഖന്മാരെ കൈപ്പിടിച്ചാൽ പിന്നെ അവർ കളവ് പറയാൻ കഴിയൂല. ഈ ജാതി അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും തെരുവറച്ചിനും കഴിയൂല. അതേസമയത്ത് ചെയ്താമാരുടെ കൈപ്പിടിച്ചാൽ, മെജായിക്കന്മാർ എന്ന് പറഞ്ഞ് ചെയ്താമാരുടെ കൈപ്പിടിച്ചാൽ ഈ രീതിയിൽ കളവ് പറയേണ്ടി വരും, തെരുവുകൾ പറയേണ്ടി വരും, ആക്ഷേപങ്ങൾ പറയേണ്ടി വരും.